ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ചിലങ്ക മേക്കിംഗ് വീഡിയോ ആയാലോ. സംഭവം എല്ലാം അത് നമ്മുടെ യൂട്യൂബിൽ കിട്ടും. ഈ ചിലങ്ക മേക്കിംഗ് വീഡിയോ മാത്രം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. കുറേ ഷോർട്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നൊന്നും എൻ്റെ കയ്യിലില്ല. ഇതിന് മുന്നേ 2-3 ചിലങ്ക ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് കുറച്ച് പ്രൊഫഷണൽ ടച്ച് വഴി ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ വലിയ കാര്യത്തിൽ സ്കെയിലും മാർക്കറും ഇതൊക്കെ എടുത്ത് ചെയ്തത്. നോട്ട് ദ പോയിൻറ്റ്സ് മാർക്കർ അതും ബ്ലാക്ക് സ്പ്രെഡായി. അപ്പോഴും ഈ സ്പ്രെഡ് അടിയിലായോണ്ടിരിക്കുമ്പോഴും എൻ്റെ ശൂന്യമായ തലയിൽ അപ്പോഴൊന്നും അത് കത്തിയില്ല. ഭയങ്കര അളവൊക്കെ എടുത്ത് ഭയങ്കര പ്രൊഫഷണൽ ടച്ചിൽ ഓരോ മുക്കും മൂലയും കറക്റ്റ് അളവിൽ ഞാനത് കുത്തും കോമിയൊക്കെ ഇട്ട് വരച്ച് വെച്ച്. അതിന് ശേഷം കട്ട് ചെയ്യണ നേരത്തെ എത്തിയപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി ഉദിച്ചത്. അമ്പടെ പൊള്ളിസൊക്കെ കൂടി അങ്ങനെ സ്പ്രെഡായിരിക്കണേ. ഞാനിത് എന്ത് തേങ്ങാക്കൊലയെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഇനിയേ വരുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പലവട്ടം പാളിച്ചിട്ടാണ് പിന്നെ റെഡിയാവുക. അങ്ങനെ ഞാൻ പിന്നെ അത് മാറ്റി പെന്നുപയോഗിച്ച് വരയ്ക്കാം എന്നുള്ളൊരു ബുദ്ധിയിലേക്ക് കടന്നു ഞാൻ. അവിടെ നിന്നും അത് എനിക്ക് വലിയ കാര്യത്തിൽ ഏശിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും വലിയ കാര്യത്തിൽ അളവെടുത്ത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒറ്റ കയ്യിൽ ക്യാമറ പിടിച്ചിരുന്നിട്ട് റെഡിയിലെ ക്യാമറ ഒരു മുക്കിലേക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ മോന്തി വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും എൻ്റെ ബുദ്ധി കുറച്ച് കൂടുതലായ കാരണം ഞാൻ വീണ്ടും പേന ഉപയോഗിച്ച് ആ തുണിയിൽ വരയ്ക്കാൻ നിന്നു. അപ്പോഴും ഞാൻ എൻ്റെ മണ്ടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി എന്താ ചെയ്യുക, ഒരു പ്ലാനും എന്തും കൊണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ കീച്ചേൻ ചെയ്ത പോലെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. എന്തായാലും ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ വരയൊക്കെ വലിയ കാര്യത്തിൽ തുടങ്ങി. അത് മര്യാദയ്ക്ക് ആ ചാർട്ടിൽ വരച്ച് അപ്പം തന്നെ കട്ട് ചെയ്ത് പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ അത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും ഞാൻ പടം വീണ്ടും വലിയ കാര്യത്തിൽ അളവൊക്കെ എടുത്ത് ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ചു. പിന്നെ അത് കട്ട് ചെയ്തു. അപ്പോഴും ചെറിയൊരു പണിപാളി. ആ ഫ്രണ്ടിലെ സാധനത്തിന് വീതിയാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അപ്പോഴാണ്, അതായത് അവസാനം എത്തുമ്പോഴാണ് എൻ്റെ തലയിൽ വല്ലതും ഉദിക്കുള്ളൂ. അതുവരെ ചെയ്ത് ഫ്ലോപ്പായതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ലാതെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഈ കേക്കിൻ്റെ പെട്ടിയിടണമൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. കാരണം ഇമാതിരി ഒരു പണികളൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഇതുപോലെ കട്ടിയെടുത്തിട്ട് അതുമ്പോൾ നേരെ അത് ഈ ചുവപ്പ് തുണി അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ഒട്ടിച്ചു. പിന്നെ ആ സൈഡും പൊക്കെ നമുക്ക് കത്രിക എടുത്ത് കട്ട് ചെയ്താൽ മതിയല്ലോ. സൗണ്ട് നോക്കണ്ട, കമ്പകെട്ടായി. കാരണം ചെറുത് സൗണ്ട് കൊടുക്കുമ്പോൾ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മളിത് സൈഡൊക്കെ വെച്ച് ഇത് ഞാൻ ആദ്യം ചെയ്താൽ മതി. ഇതിനാണ് ഞാൻ മാർക്കറൊക്കെ എടുത്ത് വെൽവെറ്റ് തുണിയിൽ കൊണ്ട് കോറിയിട്ട് അത് കഴിഞ്ഞിട്ട് പേൻ ഉപയോഗിച്ച് കോറിയിട്ടും ഇത്രയും തീരേണ്ട കാര്യത്തിൽ ഞാൻ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. എന്തായാലും പോട്ടെ. എൻ്റെ കീച്ചേൻ ഫൈനൽ ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ മോന്ത എന്തിങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ചിലപ്പോൾ പെണ്ണുങ്ങൾ കണ്ണ് എഴുതുമ്പോൾ കണ്ണ് ഇങ്ങനെ പിടിക്കില്ലേ, ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ട് ഇങ്ങനെ പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ കത്രിക കട്ട് ചെയ്യുമ്പോൾ അമ്പലം ഫുള്ളും ഞാൻ എൻ്റെ ചുണ്ടത്തെ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അത് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ അത് ബ്ലർ ചെയ്യാൻ ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസ് ഇമോഷൻസ് ഞാനിങ്ങനെ തന്നെ വെച്ച് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞത്. ഇത് ഞാൻ ലാസ്റ്റ് ഇപ്പം വെച്ചിട്ട് സൈഡൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കണം. കാരണം ഇതിന് ഭയങ്കര വീതിയുള്ള പോലെ എൻ്റെ ക്രോഷ്യറ്റിൻ്റെ നൂലുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് ഉപകാരം ഉണ്ടായത്. കാരണം ഇതിൽ ഉപകാരപ്പെടുത്തി ഞാൻ, കാരണം തുന്നി കൂട്ടേണ്ട ചിലകളുടെ മുത്തുമണികൾ അത് നമുക്ക് ഭയങ്കര ഒരു ടാസ്ക്കാട്ടോ. അതിങ്ങനെ കൊത്തി കോമ്പസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഹോളുകൾ ക്രിയേറ്റ് ചെയ്യുക. സൗണ്ട് അടിയാൽ കാരണം വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതേ നമ്മുടെ ചിലകളൊക്കെ ഇട്ടിട്ട് നമ്മളത് ഇങ്ങനെയാട്ടോ തോളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മളത് 2 സൈഡും ഒരുമിച്ച്, ഇത് എനിക്ക് തോന്നുന്നത് 4 മണി മാത്രം പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ 2 എണ്ണമായിരുന്നു നമുക്കത് ഓർഡർ ഉണ്ടായിരുന്നത്. 4 മണിയുള്ളതും പിന്നെ 6 മണിയുള്ള ടൈപ്പും. ഇത് നമ്മൾ അതായത് ഒറിജിനൽ ടൈപ്പും വരുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും വരുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഒറിജിനൽ സാധനം അത്രയും വലിപ്പമുള്ളത് എടുത്തിട്ടാണ് അത് നമ്മൾ ചെയ്തിരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിലങ്കയുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ ചിലങ്ക വേണ്ടവർക്ക് കേട്ടോ. അപ്പം ടാറ്റാ.